ഹലോ, നമസ്കാരം കൂട്ടുകാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നിങ്ങൾ കേരളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. മൊത്തം നിങ്ങൾ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. 10ാം ക്ലാസ് തൊട്ട് ഗ്രാജുവേറ്റ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് വേക്കൻസി ഉണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്താണ് നിങ്ങൾക്ക് ജോബ് ഓഫർ വന്നിരിക്കുന്നത്. 10ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാം, 12ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാം, ഗ്രാജുവേറ്റിന് അപേക്ഷിക്കാം, പോസ്റ്റ് ഗ്രാജുവേറ്റിന്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും അപേക്ഷിക്കാൻ പറ്റിയ സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ആണ് NCESS വേക്കൻസി 2026. സയന്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് വേക്കൻസി ഉണ്ട്, അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്, MTSന്റെ വേക്കൻസി ഉണ്ട്, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഉണ്ട്, ഫീൽഡ് അസിസ്റ്റന്റ്, ഇങ്ങനെയുള്ള വേക്കൻസികളൊക്കെയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു 10ാം ക്ലാസ് തൊട്ട് ഗ്രാജുവേറ്റ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. കേരളത്തിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെ, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ എന്റെ വീഡിയോയുടെ താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. NCESS. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഏപ്രിൽ 10ാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അധികം കാര്യങ്ങളില്ല. നിങ്ങൾക്കിനി ഓൺലൈനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇവരുടെ ഇമെയിൽ ID തന്നിട്ടുണ്ട്. ആ ഇമെയിൽ ID നിങ്ങൾ മെയിൽ ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെ നിങ്ങൾക്ക് ഇനി ഓൺലൈനിലൂടെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് ഇമെയിലിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് അയച്ചാൽ മതി, CV അയച്ചാൽ മതി. ഇത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്ന ഒരു നല്ല ഓപ്പർച്യൂണിറ്റി സെൻട്രൽ ഗവൺമെന്റിന് നമുക്ക് കിട്ടാൻ വഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യണം. ഇവിടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്ന ഹിന്ദി ട്രാൻസ്ലേറ്റർ, ഇത് നമുക്ക് പറ്റിയതല്ല. പ്രോജക്ട് അസോസിയേറ്റ് 1ന്റെ ഉണ്ട് വേക്കൻസി, പ്രോജക്ട് അസോസിയേറ്റ് 2 ഉണ്ട്, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഉണ്ട്, ഫീൽഡ് അസിസ്റ്റന്റ്, ഇലക്ട്രിക്കലിന്റെ വേക്കൻസി ഉണ്ട്, സയന്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്, പ്ലംബറിന്റെ വേക്കൻസി ഉണ്ട്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഈ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതിന്റെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഇതുപോലുള്ള നല്ല നല്ല വേക്കൻസികൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നുണ്ട്. അതിന് എനിക്ക് തരുന്ന ഒരു മോട്ടിവേഷൻ ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക്, സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒന്നെങ്കിൽ സ്കാൻ നിങ്ങൾക്ക് ഇവിടെ ചെയ്ത് അപ്ലൈ, ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും. നിങ്ങൾ ഇവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്. റിക്രൂട്ട്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് പ്രോജക്ട് പേഴ്സണൽ എഗനസ്റ്റ് അഡ്വൈസേഴ്സ്മെന്റ് നമ്പർ ഇവിടെ കൊടുത്തോണ്ട് ആദ്യത്തെ നിങ്ങൾ തുറക്കണം. ഇവിടെ ലാസ്റ്റ് ഡേറ്റ് 10/4/2026 ഇത് തുറക്കണം. സെക്കൻഡ് നിങ്ങൾ താഴെ വരുന്ന 27/3 ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു പോയി, ഇവിടെ ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ നോക്കാം. നോട്ടിഫിക്കേഷൻ വഴി എന്തൊക്കെയാണ് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഏജ് എന്തായിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ നിങ്ങൾക്കുള്ള ക്വാളിഫിക്കേഷൻ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്ന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ തിരുവനന്തപുരത്താണ് ഈ ജോലി വരുന്നത്. അതുകൊണ്ട് ആരും മടിക്കരുത്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് NCESS, സിറ്റ് ഔട്ട് അറ്റ് തിരുവനന്തപുരം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. NCESS ഇൻവൈറ്റ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഹിന്ദി ട്രാൻസ്ലേറ്റർ, പ്രോജക്ട് അസോസിയേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞതാണ് ഏതൊക്കെ പോസ്റ്റാണ്. ഓൺ കോൺട്രാക്ട് ബേസിസിലാണ്. ഇനിഷ്യലി ഫോർ എ പീരീഡ് ഓഫ് 1 year ആസ് പെർ ദ ഡീറ്റെയിൽ പ്രൊവൈഡഡ് ബിലോ. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിനകത്ത് MTSന്റെ മാത്രമേ നിങ്ങൾക്ക് കോൺട്രാക്ട് ബേസ് ഉള്ളൂ, ബാക്കിയെല്ലാം റെഗുലർ ജോബാണ്. നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. ഹിന്ദി പോസ്റ്റിനെ പറ്റി നമുക്ക് ഏതൊക്കെ പോസ്റ്റാണ്, അതിന്റെ ആ ഒരു ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. ഹിന്ദി ട്രാൻസ്ലേറ്ററിന്റെ നമുക്ക് പറ്റിയ പണിയല്ല, അതുകൊണ്ട് അത് വിട്ടുകളയുക. പ്രോജക്ട് അസോസിയേറ്റ് 2 ഉണ്ട്, 5 പോസ്റ്റ് ഉണ്ട്. മോഡ് ഓഫ് സെലക്ഷൻ ഇന്റർവ്യൂ വഴിയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ടെസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ CA ആയിരിക്കണം, CMA ആയിരിക്കണം, MCOM or MBA, അല്ലെങ്കിൽ 2 year എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട് പ്രിഫറബിളി 2 വർഷത്തെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എനി ഡിസിപ്ലിൻ, MBA, 2 year എക്സ്പീരിയൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രോജക്ട് അസിസ്റ്റന്റ് 1ന്റെ ഉണ്ട്, 2 വേക്കൻസിയാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റിന്
ഇൻ കൊമേഴ്സ്, 1 year എക്സ്പീരിയൻസ് ഇൻ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ട്സിന്റെ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ബാക്കി ഡിസേർവബിൾ ആണ് ഇവിടെ പറയുന്നത്. ഇതുണ്ടെങ്കിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിസേർവബിൾ ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഉണ്ട്. BSc ഫ്രം റിക്കഗ്നൈസ്ഡ് യൂണിയൻ, BSc-കാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഈക്വലന്റ് ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഗ്രാജുവേറ്റ് കമ്പ്യൂട്ടർ സയൻസിന്റെ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ 3 year ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമക്കാർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൂടാതെ 5ാമത്തെ ഫീൽഡ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കലിന്റെ ആണ്. 3 year ഡിപ്ലോമ കോഴ്സുകാർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. 2 വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഒരുമാതിരി അറിവ്, സംസാരിക്കാനുള്ള അറിവുണ്ടായിരിക്കണം. ഇനി 6ാമത്തെ വരുന്നത് സയന്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റെയാണ്. ഗ്രാജുവേറ്റ് ഡിഗ്രി മതി. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രാജുവേറ്റ്, BA ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, ഗ്രാജുവേറ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അതുകൂടാതെ 2 year എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പ്രൈവറ്റ് ഓർഗനൈസേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്, നിങ്ങൾ പ്രൈവറ്റ് ഓർഗനൈസേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്തിട്ടുള്ള ഇതുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിഗ്രി, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓപ്പറേഷൻ നോളേജ്, നിങ്ങൾക്ക് ആ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്ലംബറിന്റെ വേക്കൻസി ഉണ്ട്. പ്ലംബറിന്റെ വേക്കൻസി ITI പാസ്സായിട്ടുള്ളവർക്കും 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ മെയിൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഓൺ കോൺട്രാക്ട്. ഇത് ഈ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ ഞാൻ കോൺട്രാക്ട് കണ്ടോളൂ. ബാക്കിയെല്ലാം ഇത് പെർമനന്റ് ആണ് ഇവിടെ പറയുന്നത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഓൺ കോൺട്രാക്ട് ബേസിസിലേ ഉള്ളൂ. ബാക്കിയെല്ലാം പെർമനന്റ് ആയിട്ടുള്ളതാണ്. മെട്രിക്കുലേഷൻ ഓർ ഈക്വലന്റ് പാസ്, നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായാൽ മതി. നേച്ചർ ഓഫ് വർക്ക്, ജോബ് ഡിസ്ക്രിപ്ഷൻ, റൊട്ടൈൻ ഓഫീസ് വർക്കാണ്. നിങ്ങൾക്ക് വലിയ വർക്കൊന്നുമില്ല. ഇവിടെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി നിങ്ങൾക്ക് ചോദിക്കുന്നില്ല. ഏജ് ലിമിറ്റ് ക്ലോസ് ചെയ്ത്, ഏജ് ലിമിറ്റിനെ പറ്റി പറയുന്നത് 1ാമത്തേനാണ് 35, അതായത് 50 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സാലറി ഇവിടെ പറയുന്നുണ്ട്. 1ഉം 2ലെ ആ ഒരു വേക്കൻസി എന്ന് പറയുന്നത് പ്ലസ് HRS ആപ്ലിക്കൽ 28,000 ആണ്. 25,000 ഉണ്ട്, 20,000. നിങ്ങൾ ഓരോ ആ കാറ്റഗറിയിലെ അനുസരിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഈ ലാസ്റ്റ് വരുന്നത് 8ാമത്തെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ ആണ്. 25 വർഷം വരെ നിങ്ങൾക്ക് ഏജ് ഉള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. 15,000 കൺസോളിഡേറ്റഡ് ആണ്. നമ്മുടെ കേരളത്തിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. ഏജ് റിലാക്സേഷൻ SC ST OBCക്ക് റിലാക്സേഷൻ ഉണ്ട്. നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. ഇനി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ആദ്യമേ പറഞ്ഞ് അതിലൂടെ ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ അത് വീണ്ടും ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ആകും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ IDയിലൂടെ ചെയ്യാൻ പറ്റും. ഈ ഇമെയിൽ ID vacancies@ncess@gmail.com എന്നുള്ള ഇതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 5ാം തീയതി, അതായത് 10ാം തീയതി, ഏപ്രിൽ 10ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഇമെയിൽ IDയിൽ കൂടെ ഇമെയിൽ ചെയ്യുകയാണെങ്കിലും ഓൺലൈൻ ചെയ്യുകയാണെങ്കിലും അതിനു മുന്നേ നിങ്ങൾ അവിടെ കിട്ടിയിരിക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. prospective candidates should regularly visit NCCS വെബ്സൈറ്റ്, ഇവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കണം. അവിടെ കാര്യങ്ങൾ അവർ പറയും, അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഞാൻ വീണ്ടും അത് പറയേണ്ട കാര്യമില്ല. ഇനി ഹൗ ടു അപ്ലൈ, ആപ്ലിക്കേഷൻ ഓൺലൈനാണെന്ന് ഇവിടെ പറഞ്ഞ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇമെയിൽ IDയിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇമെയിൽ IDയിലൂടെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സായ 10ാം ക്ലാസ് നിങ്ങൾ മെയിൽ ചെയ്യുമ്പോഴത്തേക്ക് സബ്ജക്റ്റിൽ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഏത് പോസ്റ്റ്, ആപ്ലിക്കേഷൻ പോലത്തെ പോസ്റ്റ് ഓഫ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ അസിസ്റ്റന്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കവറിംഗ് ലെറ്റർ എഴുതി നിങ്ങൾ ആവശ്യമായ കാര്യങ്ങൾ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല. നിങ്ങളുടെ 10ാം ക്ലാസിന്റെ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ചെയ്യണം. റിലീവന്റ് ഡോക്യുമെന്റ്സ് നിങ്ങൾ അറ്റാച്ച് ചെയ്ത് അയച്ചാൽ മതി 10ാം തീയതിക്ക് മുന്നേ, ഏപ്രിൽ 10ാം തീയതിക്ക് മുന്നേ. ഇവിടെ പറയുന്നുണ്ട് ഇത് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ ഷുഡ് ബി ഇൻ JPG ഫോർമാറ്റ്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫും അതുകൂടാതെ സിഗ്നേച്ചറും JPG ഫോർമാറ്റിൽ നിങ്ങൾ അയക്കണം. അതിന്റെ ഒരു സൈസ് 100 KB ആണ്. നിങ്ങൾ ആരെങ്കിലും ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു മെഷർമെന്റിൽ അത് നിങ്ങൾക്ക് ആക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾ ഒരു വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ചെയ്ത് എനിക്ക് അയച്ചാൽ മതി. ഞാനത് നിങ്ങൾക്ക് ഈ ഒരു മെഷർമെന്റിലാക്കി തിരിച്ചയക്കാം. എന്റെ വാട്സപ്പ് നമ്പർ 9174340074 ആണ്. അത് ആ വാട്സപ്പ് ചെയ്താൽ മതി. അതുകൂടാതെ ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം നിങ്ങൾ PDF ഫയലിലാണ് അയക്കട്ടെ. ഒന്ന് JPG ഫയലിലാണ് നിങ്ങളുടെ സിഗ്നേച്ചർ, അതുകൂടാതെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫും
നിങ്ങളുടെ JPG ഫയലിൽ അയക്കണം. അതുകൂടാതെ 100 KB അത് കൂടാൻ പാടില്ല. ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം PDF ആയിരിക്കണം. 300 KB കൂടാൻ പാടില്ല. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു. ടേക്ക് കെയർ.